ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു ഡീപ്പ് ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. കുറച്ച് ടിപ്പും കാര്യങ്ങളൊക്കെ ഞാനിതിൽ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ എല്ലാവരും ഡീപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് പോവുകയല്ലേ. അപ്പോൾ എന്തായാലും ഇത് യൂസ്ഫുൾ ആകും നിങ്ങൾക്ക്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കണ്ടു നോക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. നമ്മുടെ ക്ലീനിങ്ങിൻ്റെ സമയത്ത് വീട്ടിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഇളകി വരാത്ത ഇങ്ങനെ പിടിച്ചിരിക്കുന്ന അഴുക്കും കാര്യങ്ങളൊക്കെ അല്ലേ, അതൊക്കെ ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ പ്രോഡക്റ്റായിട്ടാണ് ഞാൻ കാണിക്കുന്നത്. ആദ്യം തന്നെ പോർട്ടബിൾ സ്പോട്ട് ക്ലീനറാണ്. ഇത് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഇതിൻ്റെ വാറണ്ടി കാർഡും അതുപോലെ തന്നെ ഇതിൻ്റെ യൂസർ മാനുവലാണ് കേട്ടോ. ഇതുള്ളത് കൊണ്ട് ഇതിൽ നോക്കിയാൽ തന്നെ നമുക്കിതിൻ്റെ യൂസ് ചെയ്യുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നല്ല കറക്റ്റായിട്ട് മനസ്സിലാവും. ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇനി ഇതിൽ വേറെ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഇത് വരുന്നത് ഇതിൻ്റെ പവർ കോഡൊക്കെ ഹുക്ക് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ അടുത്തത് വരുന്നത് ഇതൊരു സെൽഫ് ക്ലീനിങ് ബ്രഷാണ് കേട്ടോ. ഇത് ഉപയോഗിക്കാനൊക്കെ നല്ല എളുപ്പമാണ് കേട്ടോ. ഞാനിത് ഉപയോഗിക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇനി അടുത്തത് ഇത് ഡീപ്പ് സ്റ്റെയിൻ ടൂളാണേ. ഇത് കണ്ടോ, നല്ല അഴുക്കൊക്കെ നല്ല പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രഷാണ്. പിന്നെ അടുത്തത് വരുന്നത് ഒരു സ്റ്റാൻഡേർഡ് ബ്രഷാണ്. ഇത് നമ്മൾ ആമസോണിൽ നിന്ന് അങ്ങനത്തെ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് നല്ല സേഫായിട്ട് തന്നെ നമ്മൾ കയ്യിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അത്രയും നല്ല അടിപൊളി പാക്കിങ്ങോട് കൂടിയിട്ടാണ് അവർ നമുക്കിത് തരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ മെയിൻ യൂണിറ്റ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഇത് പവർ കോഡാണ് കേട്ടോ. പവർ കോഡിൻ്റെ ലെങ്ത്ത് വരുന്നത് 5 മീറ്ററാണ് കേട്ടോ. 5 മീറ്റർ ലെങ്ത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല നീളമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എക്സ്റ്റൻഷൻ കേബിളൊന്നും ഉപയോഗിക്കേണ്ടതായിട്ട് വന്നിട്ടേ ഇല്ല കേട്ടോ. അത്രയും അത്യാവശ്യം നല്ല നമുക്ക് ലെങ്ത്ത് വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചധികം ദൂരത്തൊക്കെ വെച്ചിട്ട് നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ഹോസ് പൈപ്പാണ്. ഹോസ് പൈപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് 1.2 മീറ്ററാണ് കേട്ടോ വരുന്നത്. ഇത് നല്ല ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ക്യാരി ചെയ്യാനൊക്കെ നമുക്കതുകൊണ്ട് തന്നെ നല്ല എളുപ്പമാണ്. ഇതിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് നമുക്ക് കൊണ്ടുപോയിട്ട് ക്ലീൻ ചെയ്യാനൊന്നും നിങ്ങൾ കാണുന്ന പോലെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമുക്ക് നല്ല ഈസി ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. മെയിൻ യൂണിറ്റിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള 2 വാട്ടർ കണ്ടെയ്നറുകൾ വരുന്നുണ്ട് കേട്ടോ. ഇത് 600 ml വേസ്റ്റ് വാട്ടർ കണ്ടെയ്നറാണ്. അടുത്തത് ക്ലീൻ വാട്ടർ കണ്ടെയ്നറാണ്. ഇത് വരുന്നത് 1.8 ലിറ്ററാണ് കേട്ടോ വരുന്നത്. ഇതിൽ നമുക്ക് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ വീഡിയോ കാണിക്കുന്നുണ്ട്. ഇത് നമുക്കിവിടെ ഈ അടപ്പ് ഊരി കൊടുക്കാൻ വേണ്ടി പറ്റും. എന്നിട്ട് ഇതിൽ വെള്ളം ഫില്ല് ചെയ്യാം നമുക്ക്. അപ്പോൾ അത് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ പ്രവർത്തനവും കൂടെ കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു ക്ലീൻ വാട്ടർ കണ്ടെയ്നറിലേക്ക് നമ്മൾ വെള്ളം നിറച്ച് കൊടുക്കുകയാണ്. നമ്മൾ ക്ലീൻ ചെയ്യാൻ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ നിറച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ക്ലീനിങ് ലിക്വിഡ് എന്തെങ്കിലും ക്ലീനിങ് ലിക്വിഡ് നമ്മൾ വീട്ടിലുള്ള എന്തായാലും കുഴപ്പമില്ല, അതും കൂടെ ആ ഒരു വെള്ളത്തിലേക്ക് കുറച്ച് നമുക്ക് ആക്കി കൊടുത്താൽ അതിന് കുറച്ചുകൂടി ഒരു നല്ല പവറായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. വേണമെങ്കിൽ നിങ്ങൾക്കൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് ക്ലീനിങ് ലിക്വിഡ് മാത്രം ആണ് ആക്കി കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് കാറിൻ്റെ ഇൻറ്റീരിയർ, കാർപ്പറ്റ്, ബെഡ്, സോഫ ഇതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. വാക്വം ചെയ്തിട്ട് എടുക്കാനും വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ വെള്ളം സ്പ്രേ ചെയ്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് ഡീപ്പായിട്ടുള്ള കറകളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഞാനത് തിരിച്ച് അതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടേ. ഇത് ശരിക്കും പറഞ്ഞാൽ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. നമ്മൾ സെറ്റിയിലൊക്കെ ഇരുന്ന് കുട്ടികൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് കെച്ചപ്പ്, കറികൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മറിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് നമുക്ക് സൂപ്പറായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അപ്പോൾ ഇതിൽ പണിയുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ ഫില്ല് ചെയ്ത് അതിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മളെ ഹോസ് പൈപ്പിൻ്റെ അറ്റത്തേക്ക് ഡീപ്പ് സ്റ്റെയിൻ ടൂളില്ലേ, അതാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പവർ കോഡ് പ്ലഗ് ചെയ്യുക. ഞാൻ അതും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ.
പവർ ബട്ടൺ പ്രസ് ചെയ്ത് മെഷീൻ ഓൺ ചെയ്യുക. ഇതുപോലെ വെള്ളം വേണമെങ്കിൽ ഇതുപോലെ സ്പ്രേ ചെയ്തിട്ട് ഇങ്ങനെ ആ ഒരു ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തൊട്ട് മുകളിലേക്ക് അത് കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. വെള്ളം ആവശ്യമുള്ളപ്പോൾ വെള്ളം സ്പ്രേ ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ആ സ്പ്രേ ട്രിഗറിൽ പ്രസ് ചെയ്താൽ നമുക്ക് ക്ലീനിങ് ഒന്നുകൂടെ ഈസി ആവും. നല്ല പറ്റി പിടിച്ചിട്ടുള്ള കറയൊക്കെ ആണെങ്കിൽ അത് പോകുന്നത് വരെ 2-3 തവണയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ക്ലീൻ ചെയ്ത് എടുക്കുക. പോകുന്നത് വരെ ക്ലീൻ ചെയ്തിട്ട് എടുക്കുക. നല്ല ക്ലിയറായിട്ട് നമുക്ക് പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കും കാര്യങ്ങളൊക്കെ ക്ലീൻ ആയിട്ട് കിട്ടും. പിന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് ബ്രഷ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ട് ഇതുപോലെ നമുക്ക് വാക്വം ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കുട്ടികൾ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ബെഡിലും അതുപോലെ തന്നെ ഇങ്ങനെ ഉള്ള സ്ഥലത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചിപ്സ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കൊണ്ടിടൂലേ, ഇനിയിപ്പോൾ പൊടി, പേപ്പർ അങ്ങനത്തെയൊക്കെ കൊണ്ടിടുന്നത് നമുക്കിതുപോലെ വാക്വം ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഈ സൈഡിലൊക്കെ ഉള്ള നമ്മൾ കാണാത്ത പൊടികളും കാര്യങ്ങളൊക്കെ അത് നല്ല ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോഫയിൽ മാത്രമല്ല, നമുക്ക് ബെഡിലും നമ്മൾ കാണാത്ത പൊടികളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അതുപോലെ തന്നെ കുട്ടികളുടെ വീടുകളിലൊക്കെ ആണെങ്കിൽ ബെഡിലൊക്കെ എന്തെങ്കിലും അഴുക്ക് കാര്യങ്ങൾ അവർ കൊണ്ട് ഇടുന്നത് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇനിയിപ്പോൾ വെള്ളം സ്പ്രേ ചെയ്തിട്ട് കളയേണ്ടതാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. നേരത്തെ നമ്മൾ എടുത്തില്ലേ, ആ ഒരു ടൂൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അല്ല, ഇങ്ങനെ പൊടി ഐറ്റംസൊക്കെ ആണെങ്കിൽ ഇതുകൊണ്ടും ഇങ്ങനെ വാക്വം ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. പില്ലോസ് അങ്ങനത്തതിലൊക്കെ എന്തെങ്കിലും അഴുക്ക് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് താഴത്തേക്ക് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇതാ സ്റ്റാൻഡേർഡ് ബ്രഷ് വെച്ചിട്ട് തന്നെ നമ്മുടെ മാറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കാർപ്പറ്റ് കാര്യങ്ങളൊക്കെ അല്ലേ, അത് ഡ്രൈ ക്ലീൻ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇതുപോലെ ഇപ്പം ഞാൻ വെള്ളമൊന്നും സ്പ്രേ ചെയ്യാത്ത നമ്മുടെ സ്റ്റാൻഡേർഡ് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇത് കണ്ടോ, നന്നായിട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മളെ ആ ഒരു കാർപ്പറ്റിലും കാര്യങ്ങളിലൊക്കെ ഉള്ള നമ്മളിപ്പോൾ അടിച്ചു വാരി പോയാലും നമ്മൾ കാണാത്ത പൊടിയും മുടിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്കിതിലേക്ക് വരുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം ഇത് കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് കണ്ടോ, മുടിയുണ്ട്, പൊടി, അഴുക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് അലർജി, തുമ്മൽ കാര്യങ്ങൾ ഒക്കെ വരുന്നവരുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെവർക്കൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുള്ളാവും. ഇനി ഇതാ ഞാൻ നമ്മളെ ഡീപ്പ് സ്റ്റെയിൻ ടൂൾ വെച്ചിട്ട് ഇതുപോലെ കാർപ്പറ്റ് ഒന്നിങ്ങനെ ക്ലീൻ ചെയ്യാണ് കേട്ടോ. നമുക്ക് വെള്ളം സ്പ്രേ ചെയ്തിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. നന്നായിട്ട് ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് അഴുക്കും കാര്യങ്ങളൊക്കെ അതിലേക്ക് വരുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇതൊന്നും നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്യുന്ന ഒരൈറ്റം അല്ലല്ലോ. പക്ഷേ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് ഇനി എനിക്ക് ക്ലീൻ ചെയ്യണം. കാര്യം ഒന്നിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വൈപ്പ് ചെയ്ത് കൊടുത്താൽ അതിൽ അഴുക്കും പൊടിയും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് കിട്ടുമല്ലോ. നമ്മൾ എത്ര അടിച്ചു വാരിയാലും അതൊന്നും ക്ലീൻ ആയിട്ട് പോകില്ല കേട്ടോ. ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വേസ്റ്റ് വാട്ടർ ടാങ്ക് ഫുള്ളായി കഴിഞ്ഞാൽ മെഷീൻ ഓട്ടോമാറ്റിക്കായിട്ട് ഷട്ട് ഡൗൺ ആവും കേട്ടോ. പിന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം മെഷീൻ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് സെൽഫ് ക്ലീനിങ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ക്ലീൻ ചെയ്യും കേട്ടോ. അത് നമ്മളൊന്നും ചെയ്യേണ്ട. അത് പവർ ബട്ടൺ ഓണാക്കി കൊടുത്താൽ മതി, അത് താനെ തന്നെ ക്ലീൻ ആയിക്കോളും. അതിനുശേഷം നമ്മളെ വേസ്റ്റ് വാട്ടറിൻ്റെ കണ്ടെയ്നറിൽ നിന്ന് നമ്മൾ ആ ഒരു വേസ്റ്റ് വെള്ളം കളഞ്ഞ് അത് ക്ലീൻ ചെയ്യണം കേട്ടോ. എല്ലാ ഐറ്റംസും എല്ലാ ടൂൾസും ഇതിൻ്റെ കൂടെ തന്നെ ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കിയിട്ട് വെക്കണം. ഇത് കണ്ടോ, നന്നായിട്ട് അഴുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അടുത്ത ഉപയോഗത്തിന് മുമ്പ് നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. ഈ കണ്ടെയ്നേഴ്സും അതുപോലെ തന്നെ എല്ലാ ഐറ്റംസും നന്നായിട്ട് കഴുകി ക്ലീൻ ജസ്റ്റ് കഴുകിയാൽ മതി. കഴുകി ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രമേ ആ ഒരു മെയിൻ യൂണിറ്റിലേക്ക് അറ്റാച്ച് ചെയ്ത് വെക്കാൻ പാടുള്ളൂ കേട്ടോ. അത് ശ്രദ്ധിക്കണേ. ഞാനിപ്പോൾ ഉപയോഗിച്ച എല്ലാ ഐറ്റംസും നന്നായിട്ട് കഴുകി എടുക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇതൊക്കെ ഉപയോഗിക്കാനും അതുപോലെ തന്നെ എടുത്ത് ക്ലീൻ ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ക്ലീൻ ആവുന്നുണ്ട്. അതിലൊക്കെ കണ്ടോ നന്നായിട്ട് അഴുക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതൊക്കെ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തിട്ട് വെക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇത് കാണുന്നത്ര ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നുമില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ.
അതുപോലെ നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് ആമസോണിലും കാര്യങ്ങൾക്ക് ഓൺലൈനായിട്ടൊക്കെ ഓർഡർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡാമേജ് വരിക അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. അത്രയും സേഫായിട്ടാണ് ഇവർ നമുക്കത് വീട്ടിലേക്ക് എത്തിച്ചു തരുന്നത്. അപ്പോൾ എല്ലാം കഴുകി ഡ്രൈ ആക്കിയതിന് ശേഷം മെയിൻ യൂണിറ്റിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മളെ കേബിള് ഇങ്ങനെ ഒതുക്കി വെക്കുക, അതിലിങ്ങനെ ഹുക്ക് ചെയ്ത് ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. പവർ കോഡ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് എടുത്തതിന് ശേഷം അതിലേക്ക് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കയറ്റി വെക്കാം കേട്ടോ. അപ്പോൾ അതവിടെ ഇങ്ങനെ ഒതുങ്ങി ഇങ്ങനെ അലങ്കോലമായിട്ട് ഇങ്ങനെ വയറിങ്ങനെ വലുതായിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ ആ ഒരു ഏരിയ മുഴുവൻ മെനക്കെടുന്ന രീതിയിലാവില്ല, നന്നായിട്ട് ഇങ്ങനെ ഒതുങ്ങി അതിനോട് ഇങ്ങനെ ചേർന്ന് നിന്നോളും. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കതിലിങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ അതാ നമ്മുടെ ഹോസ് പൈപ്പില്ലേ, ഹോസ് പൈപ്പ് ഇതുപോലെ ചുറ്റിച്ച് വെക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അവിടെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ഇനി ഹോസ് പൈപ്പിൻ്റെ അറ്റത്ത് നമ്മളിതാ ഈ ഒരു സെൽഫ് ക്ലീനിങ് ബ്രഷില്ലേ അതിട്ട് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഈർപ്പത്തിൻ്റെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇത് നമ്മൾ സൂക്ഷിക്കുന്ന സമയത്ത് വരില്ല കേട്ടോ. ആ ഒരു ടെൻഷനേ വേണ്ട. അപ്പോൾ ഇതാ നല്ല നീറ്റായിട്ട് നല്ല ഒതുങ്ങി ചെറിയൊരു സ്ഥലത്ത് നന്നായിട്ട് ഓർഗനൈസ് ചെയ്തിട്ട് നമുക്ക് ഇത് എടുത്ത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും ഇതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുക, ഞാൻ റിപ്ലൈ തരുന്നതാണ്. പിന്നെ നിങ്ങൾക്കിത് ഓർഡർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിന്നെ കമൻറ്റായിട്ടൊക്കെ കൊടുക്കാം. അപ്പോൾ ഞാൻ തരുന്ന ലിങ്കിൽ കയറിയാൽ നിങ്ങൾക്കത് നേരിട്ട് ഓർഡർ ആക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അതിൻ്റെ ലിങ്കും അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഞാൻ പരിചയപ്പെടുത്തി തരുന്നത് അഗാരോൻ്റെ മറ്റൊരു വാക്വം ക്ലീനറാണ് കേട്ടോ. അഗാരോ റോബോട്ട് വാക്വം ക്ലീനറാണ്. റോബോട്ട് വാക്വം ക്ലീനർ എന്ന് പറയുമ്പോൾ വാക്വം ക്ലീനർ മാത്രമല്ല കേട്ടോ, ഇത് വെറ്റ് മോപ്പ് ഉപയോഗിച്ച് ഫ്ലോറും കൂടെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അഗാരോൻ്റെ എല്ലാ പ്രോഡക്റ്റിലുള്ള ക്വാളിറ്റി ഇതിലും ഉണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ്. പിന്നെ അഗാരോൻ്റെ പ്രോഡക്റ്റിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. അവരുടെ എല്ലാ പ്രോഡക്റ്റും അടിപൊളിയാണ്. ഇതിൻ്റെ പാക്കേജിൽ കുറച്ചധികം അറ്റാച്ച്മെൻറ്റുകൾ ഉണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞു തരാം. ഇത് വന്നിട്ടുള്ളത് നല്ല ഗ്ലോസി ഫിനിഷിങ്ങിലാണ് കേട്ടോ. അതിൻ്റെ ബ്രാൻഡ് നെയിമും അതിൻ്റെ ടോപ്പിലായിട്ട് വന്നിട്ടുണ്ട്. ഇത് വരുന്നത് ചാർജിങ് ബേസാണ് കേട്ടോ. ഇത് പവർ അഡാപ്റ്ററാണ്. ഇത് വരുന്നത് റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കുള്ള സൈഡ് ബ്രഷസ് ആണ് കേട്ടോ. അത് 2 വീതം വരുന്നുണ്ട്. പിന്നെ ഇത് ഹൈ എഫിഷ്യൻസി ഫിൽറ്ററാണ്. ഇതിൻ്റെ കൂടെ ഒരു സ്പഞ്ചും കൂടെ വരുന്നുണ്ട്. പിന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2 മോപ്പും കൂടെ ഉണ്ട് കേട്ടോ. അത് 2 വീതം അവർ തന്നിട്ടുണ്ട്. ഇത് വരുന്നത് ക്ലീനിങ് ബ്രഷാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലുള്ളത്. പിന്നെ ഒരു യൂസർ മാനുവലും അതുപോലെ തന്നെ വാറൻറ്റി കാർഡാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. ഇനി ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇത് നമുക്കിങ്ങനെ അതിൻ്റെ ആ ബ്ലൂ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ നമുക്കിത് പുറത്തേക്ക് എടുക്കാൻ വേണ്ടി പറ്റുമേ. ഇനി ഈ ബട്ടൺ ഓപ്പൺ ആക്കിയാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ, വെറ്റായിട്ട് നമ്മൾ ഫ്ലോർ ക്ലീൻ ചെയ്യുന്നത്, അതായത് അടിക്കലും തുടക്കലും ഇത് തന്നെ ചെയ്യും കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ച് അത് തീരുന്നതിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. തീരുമ്പം നോക്കിയിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് ഇതാണ് മോപ്പ് ഹോൾഡർ. അതിൻ്റെ മുകളിലേക്ക് മോപ്പ് ഹോൾഡറിൻ്റെ മുകളിലേക്ക് മോപ്പ് ഇതിങ്ങനെ ആ ക്ലോത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതിങ്ങനെ പ്രസ് ആയിട്ട് അതിലിരുന്നോളും. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. അതവിടെ നിന്നോളും. നല്ല പവർ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ക്ലീനിങ് നല്ല പെട്ടെന്ന് നടക്കും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ വലിച്ചെടുക്കുന്നുണ്ട്. ഇത് യൂസ് ചെയ്യാൻ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വീട്ടിലുള്ള വൈഫൈ അതിലേക്ക് കണക്റ്റ് ആക്കണം കേട്ടോ. എന്നിട്ട് അതിലാണ് നമ്മളിത് ടൈം ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അതൊക്കെ ഭയങ്കര ഈസിയാണ് കേട്ടോ. ഒരു തവണ ചെയ്ത് കഴിഞ്ഞാൽ മതി. നമ്മൾ ഏത് ഭാഗത്താണോ നമ്മൾ അടിച്ച് തുടക്കേണ്ടത് ആ ഭാഗം ഇത് സ്കാൻ ചെയ്യും. എന്നിട്ട് നമ്മൾ പിന്നെ ഓണാക്കുന്ന സമയത്ത് അത് അവിടെ പോയിട്ട് ഇത് ക്ലീൻ ചെയ്ത് വരികയാണ് ചെയ്യുക. മൊബൈലിലാണ് ഇത് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. മുക്കിലും മൂലയിലും ഓടി നടന്ന് ഇതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇത് കണ്ടോ ഇതുപോലെ. അത് നമ്മളെ വീട്ടിൽ നമ്മൾ ആദ്യം തന്നെ എടുക്കുന്ന സമയത്ത് അത് ഒരു മാപ്പ് ക്രിയേറ്റ് ചെയ്യും. പിന്നീട് നമ്മൾ ക്ലീനിങ്ങിന് നിർദ്ദേശം കൊടുക്കുന്ന സമയത്ത് ആ ഏരിയയിലൊക്കെ പോയിട്ട് ഇത് ക്ലീൻ ചെയ്ത് വരികയാണ് കേട്ടോ ചെയ്യുക. ക്ലീനിങ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇപ്പം
100 മിനിറ്റാണ് ഫുൾ ചാർജിൽ ഇതിന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. അത് തീർന്നാൽ അത് താനെ തന്നെ അതിൻ്റെ ചാർജിങ് സ്റ്റേഷനിലേക്ക് വന്നിട്ട് ചാർജ് ആയിക്കോളും. മാറ്റും കാര്യങ്ങളൊക്കെ ഇത് ക്ലീൻ ആക്കിക്കോളൂ കേട്ടോ. എനിക്ക് തോന്നുന്നത് പ്രായമായവർ ഒറ്റയ്ക്ക് താമസിക്കുന്നവരൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ളവർ, പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് നമുക്ക് പണിക്ക് ജോലികളൊന്നും പെട്ടെന്ന് തീരാത്തവർ, കുറേ സമയം എടുക്കുന്നവരുണ്ടാവില്ല, അവർക്ക് ഈ അടിക്കലും തുടക്കലും ഇത് ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്താൽ മതിയല്ലോ. അപ്പം അങ്ങനെ ഒട്ടും പണികൾ പെട്ടെന്ന് തീരാത്തവർക്ക്, അങ്ങനെ ഒരുപാട് പണികളുള്ളവർക്കൊക്കെ ഇത് നല്ല യൂസ്ഫുൾ ആവുന്ന കേട്ടോ എനിക്ക് തോന്നുന്നത്. നന്നായിട്ട് ക്ലീൻ ആകുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് നല്ല ക്ലീൻ ആക്കിയിട്ടാണ് ഇത് എടുക്കുന്നത്. പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ടും കിട്ടുന്നുണ്ട്. ഇതാ ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം, അതായത് അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഓപ്പൺ ആക്കി നോക്കുക. അതിൽ നന്നായിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ആ മാറ്റിൽ ഒക്കെ അഴുക്കും പൊടികളൊക്കെ കിട്ടും, ഫ്ലോറിൽ നിന്നും ഒക്കെ ഉള്ള ഉണ്ടാവും, തരികളും പൊടികളും എല്ലാം ഇതിൽ വന്ന് വീഴും. ഇനി ഇത് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കുക, ബ്രഷ് വെച്ച് തട്ടി ക്ലീൻ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇനി നമ്മൾ അടുത്ത യൂസിലുള്ള വെള്ളം നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ട് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. വെള്ളം തീരും, അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് അടുത്ത ദിവസം തുടങ്ങുന്ന സമയത്ത് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാം, ഞാൻ കാണിച്ചു തന്നതുപോലെ. അതുപോലെ തന്നെ ഈ ഒരു മോപ്പില്ലേ, ആ ക്ലോത്ത് അതിൻ്റെ മുകളിൽ നിന്ന് എടുത്തിട്ട് കഴുകി ക്ലീൻ ചെയ്ത് ഉണക്കി എടുത്ത് വെക്കുക അടുത്ത യൂസിൻ്റെ മുമ്പ്. അപ്പോൾ ഇതൊരു അടിപൊളി പ്രോഡക്റ്റ് ആയിട്ട് കേട്ടോ എനിക്ക് തോന്നിയത്. അഗാറോൻ്റെ റോബോട്ട് വാക്യൂം ക്ലീനർ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാവുന്നതാണ്. ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിന്നിങ് കമൻ്റായിട്ടൊക്കെ കൊടുക്കാം കേട്ടോ. ഇനി അടുത്തതും ഒരു കിടിലൻ സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയതാണ് കേട്ടോ. പൊടിയൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഈസി ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ്. ഇത് ഞാൻ അഗാരോന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇത് വരുന്നത്. ഇതിങ്ങനെ ഊരിയെടുക്കാൻ വേണ്ടി പറ്റും നമുക്ക് ഭയങ്കര ഈസി ആയിട്ട്. ഇതുപോലെ എന്നിട്ട് ഇതിൻ്റെ ലോക്കാക്കുന്നത് ഇങ്ങനെയാണ്. ചെറിയൊരു ഒന്ന് തിരിച്ചു കൊടുത്താൽ അപ്പം അങ്ങ് ലോക്കാവുകയും ചെയ്യും. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലൊരു എന്താ പറയുക, ആ ഒരു ബ്രഷ് അതിൻ്റെ ഉള്ളിലുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സംഭവമാണ് കേട്ടോ നമ്മളിങ്ങനെ പൊടിയനെ ഇങ്ങനെ വലിച്ചെടുക്കുന്നത്. എന്നിട്ട് അത് പോയി നിൽക്കുന്നത് ആ ഒരു കണ്ടെയ്നറിൽ, എൻ്റെ കയ്യിലുള്ള ആ ഒരു കണ്ടെയ്നറിലേക്ക് അതിങ്ങനെ പോയിട്ട് ആ ഒരു ജാറിലേക്ക് ആ പൊടിയെല്ലാം അതിൽ ഉണ്ടാവും കേട്ടോ. ഞാനത് കാണിച്ചു തരാം, യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എനിക്കിത് ചെയ്യുമ്പോൾ ഭയങ്കര ഈസിയാണ് കേട്ടോ. മാത്രമല്ല എനിക്ക് അലർജി സംഭവം ഉണ്ടല്ലോ, അതുള്ളത് കൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ചേഞ്ച് ആക്കി ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. മാത്രമല്ല അതിൻ്റെ അടിയിലൂടെ അല്ലേ ഒരു UV ലൈറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മളെ അകത്തുള്ളതും അതുപോലെ തന്നെ ബെഡിലൊക്കെ ഉള്ള ബാക്ടീരിയയും അണുക്കളെയൊക്കെ നശിപ്പിക്കും കേട്ടോ. പൂർണ്ണമായിട്ട് നശിപ്പിച്ചൊരു സൂപ്പർ ക്ലീനിങ് ആക്കൂട്ടോ നമ്മളെ അകമൊക്കെ. ഇത് സൈക്ലോണിക് ടെക്നോളജി ആയതുകൊണ്ട് തന്നെ ഡസ്റ്റൊക്കെ നന്നായിട്ട് പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കും. ആ ഒരു വയറില്ലേ, ഭയങ്കര നല്ല ലെങ്ത് ഉണ്ട് ആ ഒരു വയറിന്. അത് നമ്മൾ പ്ലഗിൽ കൊടുക്കുക, സ്വിച്ച് ഓൺ ആക്കുക. ഇവിടെ ഈ ഒരു ബട്ടൺ നമ്മൾ അമർത്തി കഴിഞ്ഞാൽ അത് ഓണായിട്ട് അപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്. ഞാൻ ക്ലീൻ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ചെയ്യുന്നത്, ഞാൻ ബെഡ്ഷീറ്റ് മാറ്റിയിട്ടില്ല. നമ്മൾ ബെഡ്ഷീറ്റ് വിരിച്ച് കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ ചാടി കളിച്ച് അന്നത്തെ കളിയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ അതിൽ പൊടിയും കാര്യങ്ങളൊക്കെ നമ്മൾ വൈകുന്നേരം തട്ടി വിരിക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ അതിന് ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. നമ്മൾ ബെഡ്ഷീറ്റിൻ്റെ മുകളിലായാലും ഇത് ഞാൻ വാങ്ങിയത് എന്തിനാണെന്ന് വെച്ചാൽ എന്തൊക്കെ ഇതുകൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ബെഡ്, പില്ലോസ്, ബ്ലാങ്കറ്റ്സ്, അതായത് നമ്മളെ പുതപ്പ് കാര്യങ്ങളൊക്കെ അല്ലേ, അത് കംഫർട്ട്, അത് പിന്നെ ഈ സോഫ, കർട്ടന്, കാർപ്പറ്റൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതൊക്കെ നല്ല സൂപ്പറായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം കേട്ടോ. ഇപ്പം എൻ്റെ ബെഡിൽ നിങ്ങൾ വലിയ പൊടിയും ഒന്നും കാണുന്നുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ അവർ ബിസ്ക്കറ്റ് പൊടി ഇതൊക്കെ അവർ കഴിക്കുന്നതൊക്കെ കൊണ്ടുവിടൂല്ലേ. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ കുറച്ച് റസ്ക് പൊടി ആക്കിയതാട്ടോ. നിങ്ങൾക്ക് കാണാം, നിങ്ങൾ തന്നെ കണ്ടു നോക്കട്ടെ. ഞാൻ ചെയ്യുമ്പോൾ ഒരൊറ്റ വലിക്കലിൽ തന്നെ അത് ഫുള്ള് അതിനെങ്ങനെ വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പൊടികളും കാര്യങ്ങളൊക്കെ നല്ല സൂപ്പർ ക്ലീൻ ആയിട്ട് കിട്ടുന്നുണ്ട്. ക്ലീൻ എന്ന് പറഞ്ഞാൽ പോരാ, അത്രയും നമുക്ക് യൂസ്ഫുള്ളാണ് കേട്ടോ. പിന്നെ നമ്മളെ ബെഡ്ഷീറ്റിൽ ഇങ്ങനത്തെ ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ ബെഡ് ക്ലീൻ ആക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഉണ്ടാവുക
നമ്മൾ കാണാത്ത, നമ്മൾ കണ്ണിൽ പെടാത്ത പൊടിയും കാര്യങ്ങളൊക്കെ ബെഡിൻ്റെ ആ ഒരു അരികിലും ഒക്കെ വന്ന് നിൽക്കൂലേ. അപ്പോൾ ഇതാ ബെഡ്ഷീറ്റ് ഉള്ള ഭാഗം ഇതുപോലെ നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പൊടിയും കാര്യമൊക്കെ നന്നായിട്ട് ഇത് കണ്ടോ, ഞാനായിട്ട് ഇട്ടതും പൊടിയും ഒക്കെ ആയിട്ട് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബെഡിൻ്റെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ കാണാത്ത പൊടികളാണ് നമ്മളെ ബെഡിലുണ്ടാവുക. അതുപോലെ തന്നെ ബെഡിൻ്റെ ഈ ഒരു കോർണറിലായിട്ട് അതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ സെറ്റായിട്ട് നിൽക്കും അല്ലേ. പക്ഷെ അതൊക്കെ ശരിക്കും ഈ അലർജിയുള്ള ആളുകൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഭയങ്കര ചുമയും തുമ്മലും ഒക്കെ എനിക്കങ്ങനത്തെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒന്നാമത് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാരണവും. അപ്പോൾ ഇതാ ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ള ആ ഒരു എന്താണോ ഇതിലുള്ള പൊടികൾ അതൊക്കെ അതിലേക്ക് പോകട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ പൊടി എടുക്കുന്ന സമയത്ത്, വലിച്ചെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ എല്ലാം സക്ക് ചെയ്തിട്ട് അത് ഉള്ളിലേക്ക് തന്നെ വലിച്ചെടുക്കും. നമ്മളത് അറിയ പോലും ഇല്ല, ഒരു തുമ്മലോ ഒന്നും നമുക്ക് വരില്ല. 400 വോൾട്ട് പവർഫുൾ മോട്ടറാണ് കേട്ടോ ഇതിലവർ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ഹൈ സ്പീഡിലാണ് കേട്ടോ. ഇത് നല്ല സ്പീഡിൽ തന്നെയാണ് ഇതിങ്ങനെ സക്ക് ചെയ്തെടുക്കുന്നത്. ബെഡ് നമുക്ക് ക്ലീൻ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ പില്ലോ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിങ്ങനെ വൈപ്പ് ചെയ്ത് കൊടുത്താൽ, ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്താലില്ലേ നല്ല ഈസി ആയിട്ട് നമുക്കിങ്ങനെ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിന്നെ അതിലുള്ള പൊടിയും കാര്യങ്ങളൊക്കെ അതിലേക്ക് ഇങ്ങനെ വരുന്നത് ഞാൻ കാണിച്ചു തരാം. മൊത്തത്തിൽ എടുത്തിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സോഫ, കർട്ടൻ, അതുപോലെ തന്നെ കാർപ്പറ്റ്, നമ്മൾ മാറ്റ് കാര്യങ്ങൾ ഒക്കെ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇതുപോലെ ജസ്റ്റ് നമ്മളൊരു അയൺ ബോക്സ് കൈ പിടിച്ചിരിക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി, അത്രയും വെയിറ്റ് ഇല്ല കേട്ടോ. എന്നിട്ട് ഇങ്ങനെ അത് ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ വലിച്ച് ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ മാറ്റി കൊടുത്താൽ മതി. ഇനി ഇതിലുള്ള വന്നിട്ടുള്ള പൊടിയും കാര്യങ്ങളും ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാനിപ്പോൾ കംപ്ലീറ്റ് ഒന്നും ആക്കിയിട്ടില്ല കേട്ടോ, കുറച്ച് ഭാഗം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തന്നതാണ്. സോഫയൊന്നും ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല കേട്ടോ, ജസ്റ്റ് നിങ്ങൾക്ക് അവിടെ കാണിച്ചു തന്നേ ഉള്ളൂ. ഇത് കണ്ടോ, നമ്മളാ ബെഡ് മൊത്തം ഇത് ബെഡ് ക്ലീൻ ആക്കിയതാണ്, സോറി. അപ്പോൾ ഇത് കണ്ടോ, മുടി എല്ലാം അതിലുള്ള എല്ലാം നമുക്കിങ്ങനെ അത് വലിച്ചെടുക്കും കേട്ടോ. ഇത് കണ്ടോ, നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പിന്ന് കമൻറ്റായിട്ടും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കൊടുക്കാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിക്കോ. പിന്നെ ഇപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം മാറ്റില്ലേ നമ്മളെ കാർപ്പറ്റ്, അതും കൂടെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കുകയാണ് കേട്ടോ. കംപ്ലീറ്റ് ഒന്നും ആക്കുന്നില്ല, ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് ആക്കി കാണിച്ചു തരാം. ഇത് കണ്ടോ, അതിലേക്ക് പൊടി കയറും. ഞാൻ നമ്മൾ ആദ്യം എടുത്തത് കംപ്ലീറ്റ് നിങ്ങളെ കാണിച്ചില്ലേ, എടുത്തില്ലേ, എന്നിട്ട് രണ്ടാമത് കയറുന്നതാണ് കേട്ടോ. ഇത് കണ്ടോ എത്ര പെട്ടെന്ന് അതിലേക്ക് ആവുന്നതെന്നറിയാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു, പിന്നെ ഞാൻ വിചാരിച്ചു കംപ്ലീറ്റ് ആക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ കേട്ടോ. അങ്ങനെ നമ്മളൊരു ഭാഗം ഇങ്ങനെ നീറ്റാകുമ്പോൾ നമുക്ക് അങ്ങനെയല്ലേ. നല്ല ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇത്. അപ്പോൾ ഇത്രയും പൊടികൾ ഞാൻ നമ്മുടെ കാർപ്പറ്റ് പകുതി ആക്കിയിട്ടുള്ളൂ കേട്ടോ, പകുതിയും ആയിട്ടില്ല, അപ്പോഴത്തേക്കും കിട്ടിയതാണ് ഇത് ഇത്രയും. ഇത് കണ്ടോ, നമ്മൾ കാണാതെ ഒളിഞ്ഞിരിക്കുന്ന സംഭവങ്ങളാണിത് ഇത്. പിന്നെ ഇതിൽ നമ്മൾ UV ലൈറ്റ് ബാക്ടീരിയനെ നശിപ്പിക്കുക, ആ ഒരു സംഭവം എനിക്ക് അത് ഒന്നുകൂടി ഇഷ്ടമായി കേട്ടോ. കാരണം നമ്മളെപ്പോഴും ഇങ്ങനെ ചവിട്ടി നടക്കുന്ന സ്ഥലങ്ങളൊക്കെ അല്ലേ അതൊക്കെ. അതുപോലെ തന്നെ ബെഡും നമ്മളെപ്പോഴും അങ്ങനെ ക്ലീൻ ആക്കുന്നൊരു ഏരിയ അല്ലല്ലോ, വെറുതെ ഇങ്ങനെ തട്ടിപ്പോവുകയല്ലേ ഉള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഈ അഗാരോൻ്റെ ഈ 3 പ്രൊഡക്റ്റിൽ ഏതായാലും നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇവരുടെ ഞാൻ പറഞ്ഞതുപോലെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും പിന്നെ കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കിക്കോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.